Hi guys, it's me Harsha Mati from Avodha. Welcome to Career Talks with Avodha. ഇന്ന് നമ്മുടെ കൂടെയുള്ള ധനകയാണ്. എല്ലാവരും ചോദിക്കാറുണ്ട് അവോധയിൽ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന കുട്ടികൾ മാത്രമേ ഉള്ളൂ എന്നൊക്കെ ചോദിക്കാറുണ്ട്. സോ ഇത് ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് നമ്മുടെ അവോധ ത്രൂ തന്നെ പ്ലേസ്ഡ് ആയ ഒരു കുട്ടിയാണ് അനക. സോ അനകയുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഹായ് അനക. കേൾക്കാം. ഓക്കെ പറ, എന്താണ് വിശേഷമൊക്കെ? അനക എവിടെ നിന്നാണ് വരുന്നത്, എന്താണ് ഇപ്പൊ ചെയ്യുന്നത്? ഞാൻ കണ്ണൂരാണ് എന്റെ വീട്. ഇപ്പം ഇന്റേൺഷിപ്പ് ഒക്കെ കഴിഞ്ഞ് പ്ലേസ്മെന്റ് ആയത് തൃശ്ശൂരാണ്. ഒരു അക്യൂട്ട് ആംഗിൾ എന്നുള്ള കമ്പനിയിലാണ്. ഏത് കമ്പനിയാണോ ഒന്ന് പറഞ്ഞേ? അക്യൂട്ട് ആംഗിൾ. ഓക്കെ, അത് എന്ത് ബേസ്ഡ് കമ്പനിയാണ്? ഇത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് മെയിൻ. അപ്പം എനിവേ കൺഗ്രാറ്റുലേഷൻ അനക. ഇന്റേൺഷിപ്പ് ഒക്കെ കഴിഞ്ഞ അവോധ പറയുന്ന പോലെ തന്നെ 3 മാസം പഠനം, 3 മാസം ഇന്റേൺഷിപ്പ്, ജോലി കിട്ടിയതിനു ശേഷം പഠനടച്ചാൽ മതി. ഇപ്പൊ കറന്റ് അനക പ്ലേസ്ഡ് ആയിരിക്കുകയാണ്. സോ ഹാപ്പിയാണോ? ഹാപ്പിയാണ്. എങ്ങനെ പോകുന്നു വർക്കൊക്കെ? എങ്ങനെ പോകുന്നു? എന്നാ ജോയിൻ ചെയ്തൊക്കെ? ജോയിൻ ചെയ്തിട്ട് 1 മന്ത് ആവുന്നേ ഉള്ളൂ. ടോട്ടല് 3 മന്ത് ആണ് ട്രെയിനിങ്. ഫസ്റ്റത്തെ മന്ത് പ്രൊബേഷൻ പീരീഡ് ആണെന്ന് പറഞ്ഞു. അപ്പൊ അവോധയിലേക്ക് എങ്ങനെയാണ് വരാനിടയായ സാഹചര്യം ഒന്ന് പറയാം? ഞാൻ ഡിഗ്രി കഴിഞ്ഞു. അന്നേരം എൻ്റെ ഫ്രണ്ടാണ് ഇങ്ങനെ ഒരു അവോധയായിട്ടുള്ള ഒരു ബ്രൗഷർ അല്ലേ അയച്ചു തന്നു. അപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻട്രസ്റ്റ് ആയി അങ്ങനെ കോണ്ടാക്ട് ചെയ്തു സാറെ. ബേസിക്കലി നീ എന്താ പഠിച്ച? ഡിഗ്രി എന്തായിരുന്നു? ബികോം ആയിരുന്നു. ബികോം ഏതായിരുന്നു? ഞാന് ബികോം കോർപ്പറേഷൻ ആയിരുന്നു. ഓക്കെ. അപ്പൊ അങ്ങനെ ഡിജിറ്റൽ മാർക്കറ്റിംഗിലേക്ക് വന്നു അല്ലെ? സോ അവോധയിൽ ഏറ്റവും അട്രാക്ട് ചെയ്ത ഫാക്ടർ എന്തായിരുന്നു? ക്ലാസ് തന്നെയായിരുന്നു മെയിൻ. നല്ല ക്ലാസ് ആയിരുന്നു നമുക്ക് കിട്ടി. എടാ, പഠിച്ചെടുക്കാൻ പറ്റുമായിരുന്നു. ഇപ്പം റെക്കോർഡ് സെക്ഷൻ ആയിരുന്നല്ലോ. അപ്പൊ പലരും ചോദിക്കുന്നത് ഞങ്ങൾക്ക് റെക്കോർഡ് പഠിക്കാൻ പറ്റുന്ന ബുദ്ധിമുട്ടല്ലേ? ആർക്കും അറിയില്ല. ഓൺലൈൻ ക്ലാസിന്റെ ബെനിഫിറ്റ് ആർക്കും അറിയില്ല. അതുകൊണ്ട് പലരും ചോദിക്കാറുണ്ട്. അപ്പൊ നിനക്ക് എന്താ പറയാനുള്ളത്? എങ്ങനെയുണ്ടായിരുന്നു ക്ലാസ് ഒക്കെ? ക്ലാസ് നല്ല ക്ലാസ് ആയിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കിപ്പം ഓൺലൈൻ ക്ലാസ് ആണെങ്കിലും അത്യാവശ്യം സ്ലോയില് തന്നെയായിരുന്നു. വേഗം അങ്ങനെയൊന്നുമില്ല. നമുക്ക് നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ ടൈം ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ക്ലാസ് ആയിരുന്നു. ആരേതെങ്കിലും ഫാക്കൽറ്റീസിന് ഓർമ്മയുണ്ടോ പഠിപ്പിച്ചേ? നമുക്ക് ജോസഫ് സാർ ആയിരുന്നു. പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പല SEOയും അങ്ങനെ ഒരുപാട് കാര്യങ്ങളായിരുന്നു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. വെബ്സൈറ്റ് ക്രിയേഷനും കാര്യങ്ങളും. ക്ലാസ് കഴിഞ്ഞിട്ട് ക്യൂസും അസൈൻമെന്റ്സ് ഉണ്ടല്ലോ, ഇത് ഓൺലൈൻ ക്ലാസ്സിനെ എത്രമാത്രം ബെനിഫിറ്റഡ് ആക്കി എന്നാണ് എനിക്ക് തോന്നുന്നത്, ക്യൂസും അസൈൻമെന്റ് പാറ്റേൺ ഒക്കെ? അതെ, നമ്മൾ പഠിച്ചു കഴിഞ്ഞത് അഥവാ ഏതെങ്കിലും ഒരു സെക്ഷൻ നമുക്ക് അത്ര പഠിച്ചതൊന്നും അത്ര പോരെങ്കിലും ക്വിസിൽ കുറച്ച് ടഫ് ആണെങ്കിൽ നമുക്ക് പിന്നെയും പ്രിപ്പയർ ചെയ്തിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റലുണ്ട്. അത് നല്ലതെന്നാണോ എനിക്ക് തോന്നുന്നത്? നല്ലത് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് സ്വന്തമായിട്ട് വെബ്സൈറ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള അസൈൻമെന്റ് ഒക്കെ ഉണ്ടായിരുന്നില്ല എനിക്ക്? നമുക്ക് ചെയ്യാം. അങ്ങനെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തില്ല. അതേസമയം നമ്മൾ ഫേസ്ബുക്കിലൊക്കെ ആഡ് എങ്ങനെ നമുക്ക് റീച്ച് കൊടുക്കാം, ലീഡ് ജനറേഷനും കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് തന്നെ ചെയ്യാൻ പറ്റിയല്ലേ? ഓക്കെ, ഗുഡ് വർക്ക്. 3 മാസം കഴിഞ്ഞ് ഇന്റേൺഷിപ്പിന്റെ ഒരു കോർഡിനേഷൻ എങ്ങനെയുണ്ടായിരുന്നു? എനിക്ക് സ്കോർപിയോൺ ഫിക്സ് എന്നിട്ടുള്ള ഒരു കമ്പനിയിലായിരുന്നു ഇന്റേൺഷിപ്പ് കിട്ടിയത്. അതും വർക്ക് ഫ്രം ഹോം ആയിരുന്നു. 3 മന്ത് നല്ലൊരു സ്ഥലത്തായിരുന്നു കിട്ടിയത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഉള്ള നമ്മുടെ എല്ലാവർക്കും അറിയേണ്ട കാര്യം പ്ലേസ്മെന്റിലേക്കുള്ള കാര്യങ്ങളാണ് അറിയേണ്ടത്. അവോധ പറയാറുണ്ട് എഡ്യൂക്കേഷൻ ഫോർ എ ജോബ്. സോ ആ ജോബിലേക്ക് എത്തി അതിന്റെ കാര്യം ഒന്ന് പറയാം. എങ്ങനെയായിരുന്നു അതിന്റെ കോർഡിനേഷൻ? ഇന്റേൺഷിപ്പ് കഴിഞ്ഞു. ഞാൻ അവോധയായിട്ട് ബന്ധപ്പെട്ടു. എന്റെ ഇന്റേൺഷിപ്പ് ഒക്കെ കഴിഞ്ഞു. ഇനി പ്ലേസ്മെന്റ് ആണ് അടുത്ത സ്റ്റെപ്പ്. അപ്പം 2 ഡേയ്സ് കഴിഞ്ഞപ്പം തന്നെ എനിക്ക് കോള് വന്നു സാറിന്റെ, ഇങ്ങനെ തൃശ്ശൂര് അക്യൂട്ട് ആംഗിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയിലാണ്, ഇൻട്രസ്റ്റ് ഉണ്ടോ, എങ്ങനെയാണ്, കണ്ണൂരല്ലേ, ദൂരം? ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, തൃശ്ശൂര്. അങ്ങനെ കമ്പനിയായിട്ട് ബന്ധപ്പെട്ടു. അപ്പൊ അവിടെ പോയതാണ്. ജനുവരി 1 തന്നെ പോയി. സോറി, ഡിസംബർ 1. ഓക്കേടാ. അപ്പൊ എനിവേ ഡിസ്റ്റൻസ് ഒരു മാൻഡറി അല്ല. നല്ല കമ്പനികൾ ഉണ്ടെങ്കിൽ നമുക്ക് അറിവ് വർദ്ധിക്കാൻ പറ്റുമെങ്കിൽ ഡെഫിനറ്റ്ലി കണ്ണൂരിൽ നിന്ന് തൃശ്ശൂർ വന്നേക്കാണ്. സോ ഹാപ്പി. സോ അപ്പം വീട്ടുകാരൊക്കെ എന്ത് പറഞ്ഞടാ? അപ്പൊ ഇന്റേൺഷിപ്പും പ്ലേസ്മെന്റ് ഒക്കെ കിട്ടി കഴിഞ്ഞപ്പോ ഹാപ്പിയാണോ?
അതെ, അവര് ഹാപ്പിയാണ്. വിചാരിച്ചിട്ടില്ല ഇത്രയും പെട്ടെന്ന്, അതായത് അവോധ ഓൺലൈൻ ക്ലാസ് എന്നെല്ലാം കേട്ട് പറഞ്ഞോളൂ. മോള് പറഞ്ഞ ശരി തന്നെയാണ്. അവോധയെ ട്രസ്റ്റ് ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ട്. സോ അവർക്ക് ഒരു എഡ്യൂക്കേഷൻ, നമ്മൾ വിശ്വസിക്കുന്ന അതാണ്, ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ ജോബ് കിട്ടുന്നതാണ്. സോ ജോബിലേക്ക് എത്തിക്കാൻ അവോധ വളരെ കുറച്ചൊരു ടിക്കറ്റ് എമൗണ്ട് ആണെങ്കിൽ കൂടിയും വി വിൽ ഡു അവർ ബെസ്റ്റ്. അതിന്റെ ഉദാഹരണമാണ് നിങ്ങളെ പോലുള്ള ഒരുപാട് കുട്ടികൾ. സോ അപ്പം ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ. പുതിയതായിട്ട് വരുന്ന അവോധയിലേക്ക് ജോയിൻ ചെയ്യാൻ നിൽക്കുന്ന ഒരുപാട് കുട്ടികൾക്ക് ഡൗട്ട് ഉണ്ട്. ഓൺലൈൻ ക്ലാസ് ആണ്, ഇന്റേൺഷിപ്പ് കിട്ടോ, പ്ലേസ്മെന്റ് കിട്ടോ എന്നൊക്കെ ഇങ്ങനെ ഒരുപാട് ഡൗട്ട് ഉണ്ട്. അപ്പൊ അവരോട് ആസ് എ അവോധിയൻ അനഘയ്ക്ക് എന്താ പറയാനുള്ളത്? പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ആദ്യം ചില കമ്പനിയിൽ വെച്ചാല് ആദ്യം തന്നെ ഫുൾ ഫീസ് അടച്ചു, അത് കഴിഞ്ഞിട്ട് ജോബ് കിട്ടുമെന്നൊന്നും ഉറപ്പില്ല. ഇവിടെ അങ്ങനെയല്ല. നമുക്ക് ചെറിയൊരു എമൗണ്ട് ആദ്യം കൊടുക്കണം എന്നുണ്ടെങ്കിലും ബാക്കിയുള്ള എല്ലാ ഫണ്ടും കൊടുക്കേണ്ടത് ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ, സാലറി കിട്ടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അത് തന്നെയാണ് ഏറ്റവും നല്ല എന്താ പറയണ്ടേ, നമുക്ക് ഉറപ്പ് എന്തായാലും ഒരു ജോലി കിട്ടും, നമുക്ക് നല്ലൊരു നിലയിൽ എത്താൻ പറ്റുമെന്ന് നമുക്കൊരു ഉറപ്പിക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച് അനഘ, താങ്ക് യു സോ മച്ച്. അപ്പൊ ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ. അപ്പം ഈ കമ്പനിയിൽ തന്നെ നല്ല പൊസിഷനിലേക്ക് എത്രയും പെട്ടെന്ന് വളരാൻ പറ്റട്ടെ അനഘയ്ക്ക്. ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.